അനശ്വര രാജനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സിജു സണ്ണി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പും ഫോട്ടോയുമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത്. സിജു സണ്ണിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ഒന്നിക്കുന്നു, വിധേയ തടുക്കാൻ ആർക്കും കഴിയില്ല. മുഹൂർത്തം 11 മണിക്ക്. മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ ഉണ്ടാകണം എന്നായിരുന്നു സിജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത്. താരത്തിന്റെ പുത്തൻ പോസ്റ്റും കുറിപ്പും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു. നിരവധി ആരാധകരാണ് ഈ താരജോഡികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്. നിരവധി ആരാധകരാണ് കമന്റുമായി എത്തിയത്. ഇല്ല, ഇത് ഞങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങൾക്കറിയാം നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു സിനിമയിൽ എത്തുന്നുണ്ട്. അതല്ലേ ഒന്നിക്കുന്നു എന്ന് ഉദ്ദേശിച്ചത്. ഞങ്ങൾക്കിതൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ആരാധകരുടെ ചോദ്യങ്ങളും കമന്റുകളും അധികരിച്ചപ്പോൾ മറുപടി നൽകിക്കൊണ്ട് അനശ്വര രാജനും രംഗത്തെത്തി. ഇത് AI ആണ്, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്നായിരുന്നു അനശ്വര പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടത്. കമന്റിലൂടെ ആരാധകർ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ സിനിമയുടെ പ്രഖ്യാപനത്തെ പറ്റിയാണ് സിജു പറഞ്ഞത്. വ്യവസായ സമ്മേതം ബന്ധുമിത്രാദികൾ എന്ന പേരിലാണ് പുതിയ സിനിമ ഒരുങ്ങുന്നത്. അനശ്വര രാജനും സിജുവും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ സിനിമയുടെ സംവിധായകനും നിർമ്മിതാവും രചനയും S. വിപിനാണ്. തെലുങ്കിലെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഷൈൻ സ്ക്രീൻ സിനിമയുമായി സഹകരിച്ച് WBTS പ്രൊഡക്ഷൻസിന്റെ ഭാഗമായി രണ്ടാമത്തെ ചിത്രമാണ് തുടക്കം കുറിച്ചത്. അനശ്വര രാജൻ, സിജു സണ്ണി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുങ്ങുന്ന ചിത്രത്തിൽ അസീസ് നെടുമങ്ങാട്, ജോമോൻ ജ്യോതിർ, ബൈജു സന്തോഷ്, നോബി, മല്ലിക സുകുമാരൻ എന്നിവരും പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും. നിരവധി പേരാണ് ഈ താരജോഡികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്. എന്നാൽ ഒരു വിഭാഗം ഇരുവരും വിവാഹിതരാകാൻ പോവുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തുവിടുന്നത്. എന്നാൽ ഇതല്ല ഇതിന്റെ സത്യാവസ്ഥ. അനശ്വര രാജനും സിജു സണ്ണിയും സുഹൃത്തുക്കളാണ്. ഇരുവരും ഒന്നിച്ചാണ് പുതിയ സിനിമയിൽ അഭിനയിക്കുന്നതും. അതിന്റെ ഭാഗമായുള്ള ഒരു ഫോട്ടോ മാത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. അല്ലാതെ ഇരുവരും തമ്മിൽ പ്രണയമോ വിവാഹിതരാകാൻ പോവുകയോ ചെയ്യുന്നില്ല. സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക.